നമസ്കാരം, ഞാൻ നിസാർ, MRA ഗ്രൂപ്പ് ഡയറക്ടറാണ്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് അല്പസമയം ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. കുറച്ചു നാളുകളായി ഞങ്ങളുടെ സ്ഥാപനത്തിനെതിരെ ചില തൽപര കക്ഷികൾ നടത്തിവരുന്ന കുപ്രചാരണങ്ങളുടെ ഭാഗമായി ചില വീഡിയോ ദൃശ്യങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ കൂടി ഒരുപക്ഷെ നിങ്ങൾ കണ്ടിരിക്കും. 50 വർഷമുള്ള പാരമ്പര്യമുള്ള ഞങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ച് തികച്ചും അസത്യമായ കാര്യങ്ങൾ അതിലുള്ളതുകൊണ്ടാണ് ഞാൻ നേരിട്ട് നിങ്ങളോട് അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഗുണനിലവാരമുള്ള ഭക്ഷണവും സർവീസും നൽകി നഗരത്തിലെ ഒന്നാംകിട സ്ഥാപനമായി മാറി MRA. അപ്പോഴാണ് ആദ്യത്തെ കുഴപ്പമുണ്ടായത്. മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് ഇല്ല എന്നുള്ളതായിരുന്നു. വടകര മൊത്തം മലിനപ്പെടുത്തുന്നത് MRA ആണെന്ന തരത്തിലായിരുന്നു കുപ്രചരണം. റെസ്റ്റോറന്റ് ഇൻഡസ്ട്രിയിൽ ലഭ്യമായ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തിയാണ് ഇന്നോളം സ്ഥാപനം പ്രവർത്തിച്ചു വന്നത്. ആർക്കും വന്ന് കണ്ടുബോധ്യപ്പെടാവുന്ന ലൈവ് കിച്ചൺ സംവിധാനമാണ് ഞങ്ങളുടേത്. സ്ഥാപനത്തിൽ വരുന്ന കസ്റ്റമേഴ്സിന്റെ പരിപൂർണ സംതൃപ്തി ഉറപ്പുവരുത്തുക എന്നതാണ് ഞങ്ങളുടെ ബിസിനസ് രാഷ്ട്രീയം. അങ്ങനെ ഒരു രാഷ്ട്രീയ ബിസിനസ്സേ ഞങ്ങൾക്കുള്ളൂ. വ്യക്തിപരമായ രാഷ്ട്രീയ ചായ്വുകളോ പദവികളോ ഉണ്ടായാലും ബിസിനസ്സിൽ അത് സ്ഥാനമില്ല. കച്ചവടത്തിന്റെ ഉപഭോക്താവാണ് രാജാവ്. ബിസിനസ്സിൽ സ്ഥാപനമെന്ന നിലയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സാമൂഹ്യ കക്ഷികളെയും സ്വീകരിക്കുകയും ഞങ്ങളാൽ കഴിയുന്ന വിധം സഹകരിച്ചിട്ടുമുണ്ട്. നഗരസഭാ മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനം ഒരുക്കിയാലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് സ്ഥാപനം ഞങ്ങളുടെയും 250ഓളം വരുന്ന ജീവനക്കാരുടെയും ഉപജീവന മാർഗമാണ്. സ്ഥാപനത്തിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചും ബഹളമുണ്ടാക്കിയാൽ ഞങ്ങൾക്ക് മുന്നോട്ടു പോകാനാകില്ല. അങ്ങനെയാണ് ഞങ്ങൾ ലക്ഷങ്ങൾ ചെലവാക്കി മാലിന്യ സംസ്കരണ പ്ലാന്റ് പണിതത്. നിർമ്മാണ ഘട്ടത്തിലെല്ലാം നഗരസഭ പല തടസ്സവാദങ്ങൾ ഉന്നയിച്ചും ഞങ്ങളുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള പ്രതികാര നടപടികൾ വരെ ഉണ്ടായി. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ കടയടപ്പിക്കുക, തുടർന്ന് കുറ്റം സമ്മതിപ്പിച്ച് ഫൈനടപ്പിച്ച് തുടർന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുകയും ചെയ്യും. ഒരു സംരംഭം എന്ന നിലയിൽ സ്ഥാപനത്തെ തളർത്തുന്നതിനും സംരംഭകർ എന്ന നിലയിൽ ഞങ്ങളെ നിരന്തരം നിരാശപ്പെടുത്തുന്നതുമായിരുന്നു. കാരണം എന്തെന്നറിയാതെ ഈ നടപടികളെല്ലാം കഴിഞ്ഞ ദിവസം നഗരസഭ പിടിച്ചെടുത്ത എന്ന് പറയുന്ന ഞങ്ങളുടെ കോൾ റൂമിൽ മസാല പുരട്ടിയതും ഹാഫ് ബേക്കായിട്ടും പാചകത്തിന് തയ്യാറാക്കി വെച്ച വസ്തുക്കളാണ്. ഞങ്ങളുടെ മെനുവിലുള്ള ചില വിഭവങ്ങൾ തയ്യാറാക്കുന്നതിന് മാരിനേഷൻ ആവശ്യമാണ്. അതായത് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ മസാല പുരട്ടി പിടിപ്പിക്കേണ്ടതാണ്. അതിനുവേണ്ട മസാല പുരട്ടിയ മത്സ്യം, മാംസം എന്നിവ കോൾ റൂമിൽ വെക്കുകയാണ് സാധാരണ ചെയ്യാറ്. അവ വന്ന് എടുത്തുകൊണ്ടുപോയിട്ടാണ് രഹസ്യ അറയിൽ സൂക്ഷിച്ച പഴകിയ ഭക്ഷണം പിടിച്ചു എന്ന് പറയുന്നത്. പഴകിയ ഭക്ഷണം പിടിച്ചെടുത്താൽ തന്നെ അവ പരിശോധനയ്ക്ക് ലാബിലേക്ക് അയക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നഗരസഭയുടെ വരാന്തയിൽ കൊണ്ടുവച്ച് മറ്റു ഹോട്ടലുകളുടെ പിടിച്ചെടുത്ത സാധനങ്ങളുടെ കൂടെ വെച്ച് വാർത്ത പടച്ചുണ്ടാകുകയല്ല. പിടിച്ചെടുത്ത പഴകിയ ഭക്ഷണം കവറിലാക്കി സീൽ ചെയ്ത് ലാബിലേക്ക് അയക്കാനുള്ള തന്റെ ഇടമാണ് നഗരസഭ കാണിക്കേണ്ടിയിരുന്നത്. ഈ നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെ നടത്തുന്ന ഈ നാടകങ്ങൾ ശുചിത്വമോ കാര്യക്ഷമമായ ആരോഗ്യ പരിപാലനമോ ഉദ്ദേശിച്ചുള്ളതല്ലെന്നും ഇതൊരു രാഷ്ട്രീയ പകപോക്കലാണെന്നും മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിയൊന്നും വേണ്ട. മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നത് പോലെ പുഴുകളെ കണ്ടെത്തിയിരുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ പുഴുവിനെങ്കിലും ദൃശ്യമാധ്യമങ്ങളിലോ സോഷ്യൽ മീഡിയയിലോ കാണിച്ചു കൊടുക്കാമായിരുന്നു. അങ്ങനെ കണ്ടെത്തിയിരുന്നെങ്കിൽ കട അടച്ചു പൂട്ടാൻ നോട്ടീസും തരാമായിരുന്നു. പകരം ബിൽഡിംഗ് പാർക്കിംഗ് റൂൾ പറഞ്ഞാണ് കട പൂട്ടാൻ ഞങ്ങൾക്ക് നോട്ടീസ് തന്നത്. ഇത് MRA ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഷെഫാണ്, ഷെഫ് ഷാൻ. ഞങ്ങളുടെ ഫുഡിന്റെ പ്രിപ്പറേഷനും എങ്ങനെ സ്റ്റോറേജ് എങ്ങനെയാണ് അതാണ് ഷെഫ് വിശദീകരിക്കുന്നത്. Well, I'm Shanaj Madhavan. I'm the corporate chef of MRA Group. I'm in this profession for last 24 years. ഈ കാണുന്ന സെറ്റപ്പാണ് ഞങ്ങളുടെ ഫുഡിന്റെ പ്രിപ്പറേഷനും പ്രിപ്പറേഷനും തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡുകൾ ഇവിടെയാണ് ഞങ്ങൾ സ്റ്റോർ ചെയ്യുന്നത്. കാരണം ഞങ്ങളുടെ കയ്യിലുള്ള സ്പെഷ്യൽ റെസിപ്പീസ്, സ്പെഷ്യൽ ഇന്റർനാഷണൽ റെസിപ്പീസ് ലൈക്ക് അൽഫാം, തന്തൂരി ചിക്കൻ, ലൈക്ക് ഫിഷിന്റെ മറ്റു പ്രിപ്പറേഷൻസുകളും ഇതെല്ലാം ഞങ്ങൾ 6 മണിക്കൂറുകളോളം മാരിനേറ്റ് ചെയ്ത് വിവിധ മസാലകളിൽ മാരിനേറ്റ് ചെയ്ത് പ്രത്യേക ടെമ്പറേച്ചറിൽ ഇത് 5 ഡിഗ്രി താഴെ ഈ അറയിൽ ആണ് ഞങ്ങൾ 6 മണിക്കൂർ ഇത് ഉപ്പും മുളകും പിടിക്കുവാനായിട്ട് സൂക്ഷിക്കുന്നത്. ഇതിൽ കുക്ക് ഫുഡ് നമ്മൾ സാധാരണ വെക്കാറില്ല. ഇതിനകത്ത് മാരിനേറ്റ് ചെയ്ത ഫുഡുകൾ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് വെക്കാറുള്ളത്. പിന്നെ സെമി കുക്ക്ഡ് ആയിട്ടുള്ള ചില ഐറ്റംസ്